പാകിസ്ഥാൻ ലോക രാജ്യങ്ങൾക്ക് മുമ്പിലെല്ലാം നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്തരത്തിലാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത കൊടുത്തിരുന്നു. അതായത് പാകിസ്ഥാനിലെ കറാച്ചി എയർപോർട്ടിൽ ഗർഭനിരോധന ഉറകളുടെ പാക്കറ്റുകളിൽ ഭക്ഷണം വിളമ്പുന്നു. അതായത് അവിടെ നിന്നും സ്റ്റോളുകളിൽ, എയർപോർട്ടിനകത്ത് സ്റ്റോളുകളുണ്ട്, അതിൽ ഭക്ഷണം വിളമ്പി അവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു വാർത്തയായിരുന്നു അതെന്തായിരുന്നാലും വലിയ രീതിയിൽ ലോകരാജ്യങ്ങളിൽ ചർച്ചയായി, പാകിസ്ഥാന് നാണക്കേടായി. ഇപ്പോഴിതാ സമാനമായിട്ടുള്ളൊരു സാഹചര്യം. അത് പാകിസ്ഥാനിലെ ക്രിക്കറ്ററായിട്ടുള്ള ഹൈദർ അലിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ഹൈദർ അലിയെ UK, അതായത് യുണൈറ്റഡ് കിങ്ഡത്തിലെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്? ഇയാൾ അവിടെ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു UK ബേസ്ഡ് വുമൺ ആണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ UK ബേസ്ഡ് വുമൺ പാകിസ്ഥാനി ഒറിജിനാണ് എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ നിന്നും ഉള്ള UK ബേസ്ഡ് വുമൺ ആണ്. എന്തായിരുന്നാലും ഇയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ഇയാൾ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓൾഡ് ട്രാഫോർഡിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പാസ്പോർട്ട് അവിടെ സീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇയാളെ ബെയിലിൽ പുറത്ത് വിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ബെയിൽ എന്ന് പറഞ്ഞാൽ ജാമ്യത്തിൽ ഇയാളെ പുറത്ത് വിട്ടിരിക്കുകയാണ്. എന്തായാലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇയാളെ സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ബലാത്സംഗ കുറ്റത്തിന് ഗ്രേറ്റ് മാഞ്ചസ്റ്റർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇയാളുടെ പല കഥകളും ഇപ്പോൾ പുറത്തു വരികയാണ്. അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇയാളെ ജാമ്യത്തിൽ പുറത്തു വിട്ടത്. എന്തായാലും വേറൊരു കാര്യം, അലിയുടെ ക്രിക്കറ്റ് കരിയർ പ്രതീക്ഷ നൽകുന്ന തരത്തിലായിരുന്നു ആരംഭിച്ചത്. 2020 PSL പെഷാവാർ സാൽമിക്കൊപ്പം ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളായിരുന്നു ഇയാൾ. 157 കൂടുതൽ സ്ട്രൈക്ക് റേറ്റോടെ 239 റൺസാണ് ഇയാൾ നേടിയത്. മാഞ്ചസ്റ്ററിൽ 33 പന്തിൽ 54 റൺസ് നേടിയ ഇദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം അവിസ്മരണീയമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പാകിസ്ഥാനെ 5 റൺസിന് അന്ന് വിജയിപ്പിക്കാൻ ഇയാളെ കൊണ്ട് സാധിച്ചു. 2020 ഓസ്ട്രേലിയയിൽ നടന്ന T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിച്ചതായിരുന്നു ഇയാളുടെ അന്താരാഷ്ട്ര മത്സരങ്ങളിലൊന്ന്. അവിടെ ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ പുറത്താകുന്നതിന് മുമ്പ് 2 റൺസ് മാത്രമാണ് ഇയാൾ നേടിയത്. 2022 ഒക്ടോബറിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ആ മത്സരത്തിൽ സൂര്യകുമാർ യാദവിനൊപ്പം കളത്തിലിറങ്ങിയ ഹൈദറിന് കായിക രംഗത്തെ ഏറ്റവും വലിയ മത്സരത്തിൽ സ്വന്തമായ ഒരു പേരെടുക്കാൻ കഴിഞ്ഞില്ല. സ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് ശൈലി ഉണ്ടായിരുന്നിട്ടും അലി തൻ്റെ കരിയറിൽ സ്ഥിരത പുലർത്തുന്നതിൽ പരാജയപ്പെട്ടതാണ് അതിന് കാരണം. പാകിസ്ഥാന് വേണ്ടി 2 ഏകദിനങ്ങളും 35 T20 മത്സരങ്ങളും ഇയാൾ കളിച്ചു. ഷഹീൻസ് പര്യടനം അദ്ദേഹത്തിൻ്റെ ഫോമിലേക്ക് തിരിച്ചെത്തിക്കാനും പാകിസ്ഥാൻ്റെ ആ ഒരു ഡിഫൻസീവായിട്ടുള്ള T20 കളി രീതിയിൽ പൊരുത്തപ്പെടാനുള്ള ഒരു അവസരമായി ഇയാൾ കണ്ടു. എന്തായാലും ബെക്കൻഹാമിൽ വെച്ച് അറസ്റ്റ് നടന്നപ്പോൾ അലി പാകിസ്ഥാൻ ടീമായിട്ടുള്ള ഷഹീൻസ് ടീമിനൊപ്പം ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തുകയായിരുന്നു. ആരോപണ വിധേയമായ സംഭവത്തിന് മുമ്പും ശേഷവുമുള്ള മത്സരങ്ങൾ ഉൾപ്പെടെ പര്യടനങ്ങളിലെ 5 മത്സരങ്ങളിലും ഇയാൾ കളിച്ചിട്ടുണ്ട്. T20 പരമ്പരയ്ക്കായി ഓസ്ട്രേലിയൻ ടീമിൽ ചേരാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇയാളെ മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.